ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്ന ചാനലിൽ നമ്മൾ സ്ലീപ്പ് എന്നുള്ള വെർബിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലീപ്പിന്റെ എല്ലാ ഫോമും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരു കമന്റ് വന്നതാണ്. കാണാത്തത് തീർച്ചയായിട്ടും എല്ലാ വെർബിന്റെ എല്ലാ ഫോംസും കാണണം കേട്ടോ. അതിലത് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ. ഇതിലൊരു ഡൗട്ട് വന്നതാണ്. സ്ലീപ്പ് എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് സ്ലീപ്പ്, സ്ലീപ്പിംഗ്, സ്ലെപ്റ്റ് എന്നൊക്കെയാണ് പറയാറ് അതിന്റെ ഫോം പഠിക്കുന്ന സമയത്ത്. പക്ഷെ നമ്മൾ ചില സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ചില സെന്റൻസുകളിൽ നമ്മൾ സ്ലീപ്പിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ കാണാറുണ്ട്. അതായത് സ്ലീപ്പി, അസ്ലീപ്പ്, ഫോൾ അസ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പം അതിൻ്റെയൊക്കെ മീനിങ് ഒന്ന് ഡിസ്കസ് ചെയ്തൂടെ എന്നുള്ള ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതായിരുന്നാലും ആ ഒരു വ്യക്തി നമ്മുടെ റിഷ്യൂസ് പാലസ് ആയാലും മിസ് ഇംഗ്ലീഷ് ആയാലും ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പൊ വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ട്. കാരണം ഞാൻ അത് അത്രയ്ക്ക് അങ്ങോട്ട് മൈൻഡ് വന്നിട്ടില്ല. കാരണം ഈ നമ്മൾ ഫോം പഠിക്കുന്ന സമയത്ത് ഇത്രയാണല്ലോ ഫോംസുകൾ. അപ്പൊ ഇത് അതിന് ഉൾക്കൊള്ളിച്ച് പറയേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഏതായാലും അതേക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഇന്ന് ചെയ്യാം എന്ന് കരുതി. അപ്പോൾ ഈ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുക എന്നാണ്. സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുകയാണെന്നാണ്. സ്ലെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങി എന്നാണ്. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അസ്ലീപ്പ്, ഫോൾ അസ്ലീപ്പ്, അതുപോലെ തന്നെ സ്ലീപ്പി എന്നൊക്കെ യൂസ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരും, അത് ആൻസർ ചെയ്യുക. മാത്രമല്ല കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് സ്ലീപ്പി. ഈ സ്ലീപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വരുന്ന ഒരു ഫീലാണ്. അതായത് ഈ ഉറക്കം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഉറക്കം വരുന്നു, അല്ലെങ്കിൽ അവൾക്ക് ഉറക്കം വരുന്നുണ്ട്, വരുന്ന ആ ഒരു ഫീലിനെ കുറിച്ചിട്ടാണ് നമ്മൾ സ്ലീപ്പി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സ്ലീപ്പോ സ്ലീപ്പിങ്ങോ സ്ലെപ്റ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഐ ഫീൽ സ്ലീപ്പി എന്നാണ്. അല്ലാതെ സ്ലീപ്പോ സ്ലെപ്റ്റ് ഒന്നും പറയണ്ട. ഐ ഫീൽ സ്ലീപ്പി, അതായത് ആ ഉറക്കം വരുന്ന ഒരു അവസ്ഥ, അതൊരു തോന്നലാണല്ലോ. ഐ ഫീൽ സ്ലീപ്പി, അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീപ്പി എന്ന് യൂസ് ചെയ്യുന്നത്. ഇപ്പം അവൾക്ക് ഇപ്പോൾ ഉറങ്ങാൻ തോന്നുന്നു എന്ന് പറയാറുണ്ടല്ലോ. അതായത് ഉറക്കം വന്നിട്ടാണല്ലോ നമുക്ക് ഉറങ്ങാൻ തോന്നുന്നത്. അപ്പൊ നമ്മൾ പറയാണ് അവൾക്ക് ഇപ്പോൾ ഉറങ്ങാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഉറക്കം തോന്നുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവളാണ് സബ്ജക്റ്റ്. സോ ഷീ ഈസ് സ്ലീപ്പി നൗ, ഷീ ഈസ് സ്ലീപ്പി നൗ. അവിടെയാണ് നമ്മൾ സ്ലീപ്പി എന്ന് യൂസ് ചെയ്യുന്നത്. ചിലർക്കൊക്കെ ഉണ്ടാവും ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഉറക്കം വരുന്നൊരു ഫീൽ അല്ലേ, ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പം നമ്മളിങ്ങനെ പറയാറുണ്ട്, ഉച്ചഭക്ഷണത്തിന് ശേഷം എനിക്ക് നല്ല ഉറക്കം തോന്നുന്നു, അതായത് ലഞ്ചിന് ശേഷം എനിക്ക് നല്ല ഉറക്കം തോന്നുന്നു എന്ന് പറയുകയാണെങ്കിൽ ഐ എം വെരി സ്ലീപ്പി ആഫ്റ്റർ ലഞ്ച്. ഐ എം വെരി സ്ലീപ്പി ആഫ്റ്റർ ലഞ്ച് അല്ലേ. ഉച്ചഭക്ഷണത്തിന് ശേഷം ചില ആളുകൾക്കൊക്കെ ഉള്ളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു അവസ്ഥയാണത്. അവിടെയും നമ്മൾ എന്ത് യൂസ് ചെയ്യും? സ്ലീപ്പി എന്ന് യൂസ് ചെയ്യും. അപ്പം മെയിൻ ആയിട്ട് സ്ലീപ്പി യൂസ് ചെയ്യുന്നത് നമ്മുടെ അവസ്ഥ, നമുക്ക് ഉറക്കം വരുന്ന ആ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലീപ്പി എന്ന് യൂസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് സെന്റൻസ് നമുക്ക് അവസാനം നോക്കാട്ടോ. ഇപ്പം നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അസ്ലീപ്പ്. ഈ അസ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ അസ്ലീപ്പും നമ്മുടെ സ്ലീപ്പിംഗ് എന്ന് പറയുന്നതും ഏകദേശം ഒരേ ലെവലാണ് കേട്ടോ. അത് ഒരേ സിറ്റുവേഷൻ ആണ്. പക്ഷേ അസ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്, എന്നാൽ സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. നമുക്കറിയാം അല്ലെ, വെർബാണ്. ഈസാറാമിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്. അതും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ അസ്ലീപ്പ് എന്ന് പറയുന്നതും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അത് എപ്പോൾ നമ്മൾ യൂസ് ചെയ്യും? ഇപ്പൊ ഇങ്ങനെ പറയാം, അതായത് ഇപ്പം നമ്മൾ പറയാണ് അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവൻ ആ ഉറങ്ങുന്ന ആ ഒരു അവസ്ഥയാണ് അല്ലെ. ആ ഉറങ്ങുന്ന അവസ്ഥയ്ക്ക് അവിടെ നമ്മൾ പറയണം അവനിപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ പറയുന്ന സമയത്ത് ഹി ഈസ് അസ്ലീപ്പ് എന്ന് വേണം പറയാനായിട്ട്. ഹി ഈസ് അസ്ലീപ്പ്. അത് വേറൊരു വെർബിനെ പോലെയൊന്നുമല്ല. അതായത് ഇപ്പൊ നമ്മളിപ്പോ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആ പ്രവൃത്തി അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ നമ്മൾ എന്താണ് ഇപ്പം ഹി ഈസ് റൈറ്റിംഗ് എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഉറങ്ങുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു സന്ദർഭം, അവിടെ നമ്മൾ ഹി ഈസ് അസ്ലീപ്പ് എന്ന് വേണം പറയാനായിട്ട്. ഇപ്പൊ കുഞ്ഞിങ്ങനെ ഉറങ്ങാണ്, അപ്പൊ ആ കുഞ്ഞ് ഉറങ്ങുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോ ദ ബേബി ഈസ് അസ്ലീപ്പ് എന്ന് വേണം പറയാനായിട്ട്. ദ ബേബി ഈസ് അസ്ലീപ്പ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ എന്തായാലും വരും ഇവിടെ എന്തുകൊണ്ട് നമുക്ക് സ്ലീപ്പിംഗ് യൂസ് ചെയ്തുകൂടാ എന്നുള്ളത്. അപ്പോ
ഇവിടെ നമുക്ക് സ്ലീപ്പിംഗ് യൂസ് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഒരിക്കലും ഇവിടെ ഹി ഈസ് അസ്ലീപ്പിംഗ് എന്ന് പറയാൻ പാടില്ല, അത് തെറ്റാണ്. ഹി ഈസ് സ്ലീപ്പിംഗ്, ആ ഉറങ്ങുന്ന അവസ്ഥ, അതായത് നമ്മളിപ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ പറയുകയാണെങ്കിൽ, അതായത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹി ഈസ് അസ്ലീപ്പ് എന്ന് യൂസ് ചെയ്യാം. ഇനി അതൊരു വെർബായിട്ട്, അതായത് അവൻ ഉറങ്ങുകയാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഹി ഈസ് സ്ലീപ്പിംഗ് എന്ന് പറയാം. രണ്ടും തെറ്റല്ല. ഒന്ന് അവസ്ഥ അഡ്ജക്റ്റീവ് ആയിട്ട് പറയുന്നു, രണ്ടാമത് പറയുന്ന സ്ലീപ്പിംഗ് വെർബായിട്ട് പറയുന്നു എന്നാണ് നമ്മളിവിടെ പറയേണ്ടത്. കുഞ്ഞ് സന്തോഷമായിട്ട് ഉറങ്ങുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ദ ബേബി ഈസ് സ്ലീപ്പിംഗ് പീസ്ഫുള്ളി, അവിടെ തെറ്റില്ലല്ലോ. സ്ലീപ്പിംഗ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ആ ഒരു വെർബായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി ഉറക്കം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കവിടെ ദ ബേബി ഈസ് അസ്ലീപ്പ് എന്ന് പറയാട്ടോ. ഫോൾ അസ്ലീപ്പ്, ഫോൾ സ്ലീപ്പ് അല്ല, ഫോൾ അസ്ലീപ്പ് എന്ന് തന്നെ പറയണം കേട്ടോ. ഉറങ്ങിപ്പോവുക, അതായത് ഇപ്പൊ ഉറക്കം തുടങ്ങി, ആ ഉറങ്ങിയ വ്യക്തി ഉറക്കത്തിലേക്ക് പോയി, ആ ഒരു സമയത്താണ് ഫോൾ അസ്ലീപ്പ് എന്ന് പറയുന്നത്. അതായത് ഉണർന്ന ആ ഒരു സമയത്തും നമുക്ക് പറയാം, അതായത് ഉണർന്നു വരുന്ന സമയവും ഉറക്കത്തിലേക്ക് പോകുന്ന സമയവുമാണ് ഫോൾ അസ്ലീപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഭയങ്കര ക്ഷീണം കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉറങ്ങി പോകാറുണ്ട്. അപ്പൊ നമ്മൾ പറയാറ് ഞാൻ വേഗം ഉറങ്ങിപ്പോയി, ഞാൻ വേഗം ഉറങ്ങിപ്പോയി. അവിടെയാണ് നമ്മൾ ഫോൾ അസ്ലീപ്പ് യൂസ് ചെയ്യേണ്ടത്. ഐ ഫോൾ അസ്ലീപ്പ് ക്വിക്ക്ലി, ഐ ഫോൾ അസ്ലീപ്പ് ക്വിക്ക്ലി, ഞാൻ വേഗം ഉറങ്ങിപ്പോയി. ഓക്കെ, നമ്മൾ ഒരു കുട്ടീനോട് പറയാണ്, കാരണം പഠിക്കാനുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകാനുള്ള ടൈമാണ്, അപ്പൊ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഉറങ്ങരുത് എന്ന് പറയാറുണ്ട് അല്ലെ. ഇപ്പോൾ ഉറങ്ങിപ്പോകരുത്, ഇപ്പോൾ ഉറങ്ങിയാൽ നമുക്ക് വണ്ടിയിൽ പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ പഠിക്കാൻ കഴിയില്ല, ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് ഫോൾ അസ്ലീപ്പ് എന്ന് യൂസ് ചെയ്യാം. ഇപ്പോൾ ഉറങ്ങരുത് അല്ലെങ്കിൽ ഉറങ്ങിപ്പോകരുത് അല്ലെ. ഉറങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിലേക്ക് പോകരുത് എന്നാണ്. അപ്പം ഡോണ്ട് ഫോൾ അസ്ലീപ്പ് നൗ, ഡോണ്ട് ഫോൾ അസ്ലീപ്പ് നൗ, ഇപ്പോൾ ഉറങ്ങിപ്പോകരുത്. ഓക്കെ, ഉറങ്ങിപ്പോകല്ലേ എന്ന് പറയാറുണ്ടല്ലോ, അവിടെ നമുക്ക് ഫോൾ അസ്ലീപ്പ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, അവൻ ടി വി കാണുമ്പോൾ ഉറങ്ങാറുണ്ട് അല്ലേ. അവൻ ടി വി കാണുന്ന സമയത്ത് ഉറങ്ങിപ്പോകാറുണ്ട് എന്ന് പറയാറുണ്ട്, അത് അവൻ്റെ ഒരു ശീലം പറയാണ്. സോ നമ്മൾ എങ്ങനെ പറയും, ഹി ഫോൾസ്, അവിടെ ഫോൾസ് എന്ന് വേണം, കാരണം അവന്റെ ശീലമാണ് പറയുന്നത്. ഹി ഫോൾസ് അസ്ലീപ്പ് വൈൽ വാച്ചിങ് ടി വി അല്ലേ. ആ ടി വി കാണുന്ന സമയത്ത് അവൻ ഉറങ്ങിപ്പോകാറുണ്ട് എന്നാണ് പറയുന്നത്. ഹി ഫോൾസ് അസ്ലീപ്പ് വൈൽ വാച്ചിങ് ടി വി. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നും ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. സ്ലീപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം തോന്നുന്ന ആ ഒരു അവസ്ഥ. എന്നാൽ അസ്ലീപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അഡ്ജക്റ്റീവ് ആക്കി പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ അസ്ലീപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് എന്ന് പറയാം. ഓക്കെ, ഇനി ഫോൾ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉറക്കത്തിലേക്ക് പോകുന്ന ആ ഒരു നിമിഷം, ആ ഒരു സമയം, ഫോൾ അസ്ലീപ്പ്, ഉറങ്ങിപ്പോകുന്ന അവസ്ഥ, അതുപോലെ ഉറക്കത്തുനിന്ന് ഉണരുന്ന ആ ഒരു സമയവുമാണ് ഫോൾ അസ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം, ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞുറക്കത്തിലാണ്, ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞുറക്കത്തിലാണ്. ഈ ഒരു നമ്മൾ പഠിച്ച ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോസുകൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. മുമ്പത്തെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.